ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വേളാങ്കണ്ണി യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പള്ളിയുടെ ക്യാൻറ്റീനിൽ തന്നെയാണ് ഫുഡ് കഴിച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓട്ടോയും പിടിച്ച് നേരെ പോയത് ബീച്ചിലേക്കാണ്. കുഞ്ഞിന് ഓരോ കടയിലേക്കൊക്കെ കഴിച്ചുകൊണ്ടുണ്ട്, പക്ഷെ അതൊന്നും നോക്കാണ്ട് യോഗേഷ് നേരെ പോവാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഞാനും ചേച്ചി നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഈ മാങ്ങ മേടിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ തന്നെ ആദ്യം മേടിച്ചത് മാങ്ങയായിരുന്നു. ഞങ്ങളിവിടെ മാങ്ങ മേടിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ കയ്യിലിരിക്കുന്ന ലഗേജ് എങ്ങനെയാലും താഴെ ഇറക്കാനുള്ള തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചത് ഈ ഐസായിരുന്നു. ഇതുപോലെ ഐസ് ചിരണ്ടി അതിൽ കളറൊക്കെ ചേർത്ത് നമുക്ക് തരും. ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ജോവേഷിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കൂടെ നടന്നാണ് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഞാനും കഴിച്ചു തുടങ്ങിയത്. പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചേട്ടയും അനിയനും മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് റൂമിലേക്ക് പോവാണ്. ഇതായിരുന്നു റൂം. നമ്മൾ റൂമിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫ്രഷായി വെക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു. നമ്മൾ വന്നത് ഓട്ടോ വിളിച്ചായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ചു വന്ന് നടന്നാട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു മാങ്ങയും കൂടെ മേടിച്ചു. ഇതാണ് കേട്ടോ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ നടന്ന ഒടുവിൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. 6:40 നമ്മുടെ ട്രെയിൻ. നമ്മൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു. വന്ന ട്രെയിൻ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ട്രെയിനകത്തിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്കോട്ട് ഇറങ്ങി നടക്കുമായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര കുസൃതിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇടിമിന്നലും മഴയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ബോറടിച്ചിരിക്കുമ്പോൾ ഡബ് ചെറിയഡ്സ് കളിക്കാന്നുള്ള തീരുമാനത്തിലെത്തി. കിങ് ഓഫ് കൊത്തയാണ് ഈ ഇരുന്ന് കാണിക്കുന്നത്. ഞാനും അനിയനൊരു ടീം, ജോഗേഷും ചേച്ചി ഒരു ടീമായിരുന്നു. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. ഞാൻ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ചായ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനൊരു ചായ മേടിച്ചു. തലേന്ന് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഊണാണ് കഴിച്ചത്. അടിപൊളി ഊണായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് മീൻകറിയായിരുന്നു. മീൻകറി അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറുണ്ട് റെസ്റ്റ് എടുത്ത് നേരെ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ബാക്കിയെല്ലാം വന്ന പോലെ തന്നെയായിരുന്നു. ബാഗ് ചെക്ക് ഇൻ ചെയ്ത് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ അകത്ത് കിടന്നു. മമ്മി ആദ്യമായിട്ടായിരുന്നു മെട്രോയിൽ കയറുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം സാധിച്ചു. ഞങ്ങളെല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തുടർന്നുള്ള വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ വേളാങ്കണ്ണി വ്ലോഗ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രസകരമായിട്ടുള്ള വ്ലോഗുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കുന്നത് ആലുവയിലേക്കാണ്. ഇതാണ് നമ്മൾ പോകുന്ന മെട്രോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.